ഹായ് പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. മേൽമുറി കൊളായി മലഞ്ചെരുവാണ് കാണുന്നത്. 27 അങ്ങാടിയിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് യൂസഫിൻ്റെ ഒരു ഫാമുണ്ട്, പോത്ത് ഫാം. അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതാണ് പോത്ത് ഫാം. ഉള്ള പോത്തുകൾ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു തരാം. എല്ലാവരും എണീറ്റ് സെറ്റായിട്ടുണ്ട്. ഇതാ മൂപ്പർക്കൊന്നും നമ്മൾ വരുന്ന ഇഷ്ടപ്പെടുന്നില്ലതാ എല്ലാം. ഇതിൻ്റെ തൂക്കം വില ഒക്കെ തൊട്ടടുത്തുള്ള സമയത്ത് പറഞ്ഞുതരാം. മൊത്തം ആദ്യത്തിലൊന്ന് കാണാം. എന്താ ഒക്കെ ഏകദേശം നല്ല തൂക്കമുള്ള ടൈപ്പാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് റോഡിലെ മേൽമുറി 27 എന്ന് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഉള്ളോട്ട് നടക്കണ്ട. ഈ വണ്ടിയിൽ വരണ്ട. മുറ്റത്തേറ്റം ഫാമിലേറ്റം വണ്ടി എത്തും. ഓക്കെ, ഇവിടെ 2 കാളകളുണ്ട്. 2 കാളകളുണ്ട്. പിന്നെ ഉണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ പരിചയപ്പെടാനുണ്ട്. അഥവാ വളരെ കുട്ടിക്കാലത്ത് 2-3 മാസമായപ്പോൾ ഓണർ കൊണ്ടുവന്നതാണ്. അപ്പോൾ നോക്കിയതാ അടുത്തേക്ക് നോക്കി ഇങ്ങോട്ട് വരുന്ന ഇവിടെ വളർത്തിയെടുത്തൊരു പോത്താണത്. നല്ല മല്ലനായിട്ടുണ്ട്. 2 വയസ്സ് 3 വയസ്സൊക്കെ ആവുന്നേ ഉള്ളൂ. അതിനെ പ്രത്യേകിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട്. ഇനി വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, നമുക്ക് വിലയും തൂക്കമൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ലൊക്കേഷൻ ഒന്നുകൂടി പറയുന്നു. കോഴിക്കോട് റോഡിലെ മേൽമുറിയിൽ 27 ജസ്റ്റ് ഉള്ളോട്ടാണ് വരുമ്പോൾ. യൂസഫിൻ്റെ ആണ്. ഫേമസ് ആയിട്ട് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് പിന്നെ പോത്തിൻ്റെ ബിസിനസ്സും ഫാമും നടത്തുന്ന ആളാണ്. നമുക്ക് ഒന്നാമത്തെ പോത്തിൻ്റെ തൂക്കും വിലയൊക്കെ ചോദിച്ചറിയാം. ഇത് എത്ര ഉണ്ടാവും? ഏകദേശം 3 കിൻഡൽ ഉണ്ടാവും. അതിന് വില എത്ര? ചോദ്യവിലയാണ് 1 ലക്ഷം ഒന്നിൻ്റെ. എല്ലാത്തിനും ചോദ്യവിലയാണ് ഇവിടെ പറയാം. പിന്നെ നമ്മൾ കസ്റ്റമർ നേരിട്ട് വന്നിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ വില കുറക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൾ 1 ലക്ഷത്തിലാണ് നമ്മൾ തുടക്കം. 1 ലാക്ക് 3 കിൻഡൽ. പൊതുവെ ഇപ്പോഴത്തെ പെരുന്നാളിൻ്റെ നിലവാരം എന്ന് പറയുന്നത് 3 കിൻഡലിൻ്റെ മേലുണ്ടെങ്കിൽ 1 ലക്ഷം തന്നെയാണ്. 1 ലക്ഷമല്ല, 1.10, 1.15 ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ആളോ? 1 ലക്ഷം 3ൻ്റെ മേലുണ്ട്. അടുത്തത് 1.10. അത് എത്ര തൂക്കം കൂടുതലുണ്ടോ? കുറച്ച് ഐറ്റം വെയിറ്റ് കയറണ്ടല്ലേ? അപ്പോൾ അത് 1.10 ചോദ്യം. അടുത്തത് 80 രൂപ. അപ്പോൾ എന്താ 3ൻ്റെ ചോടയാണ്? 2.5 മേലെ ഉണ്ടാവോ? 2.5 മേലെ ഉണ്ടാവും. അപ്പോൾ 90 വില. അതിന് വില വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ? 1.10 ഉള്ളത് തൊട്ടപ്പുറത്തേക്ക് എത്തിയപ്പോൾ ചെറിയൊരു ചെറുപ്പം വന്നപ്പോൾ തൂക്കം കുറഞ്ഞപ്പോൾ 90 അടുത്തത് എത്ര? 90? 80. ഇതിപ്പോ എത്ര വരും തൂക്കം? ഏകദേശം 2.5 മേലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള എല്ലാം 2.5 മേലെ ഉണ്ട് എന്നർത്ഥം അല്ലേ? വലിയ പോത്തുകൾ മാത്രമാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് 1.5 1.25 ആൾക്കാർ വേണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കുമോ? വരാണ്ട്. രാത്രി വരാണ്ട്. ഇന്നിപ്പോ ദിവസം നമ്മൾ വെള്ളിയാഴ്ചയാണ്. ഇന്ന് രാത്രി തന്നെ എത്തും. അപ്പൊ ശനി ഞായറൊക്കെ ശനിയാഴ്ച കച്ചവടം ഉണ്ടാവും. അഥവാ പിന്നെ ഈ 31-ാം തീയതി 1-ാം തീയതി ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചെറുകന്നുകളും എത്താനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഇതിൽ കാണുന്ന നമ്പർക്ക് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് എത്ര പറഞ്ഞാൽ നമ്മൾ 80 അല്ലേ? 50. ഇതോ 90. 2.5 മേലല്ലേ? കുറച്ചും കൂടി വലിപ്പം ഇതൊക്കെ ഉണ്ടല്ലോ. 1 ലക്ഷത്തിന്റെ സാധനമാണ് അല്ലേ? 3 മേലുണ്ട്. ഓക്കെ, ഇത് പ്രത്യേകത ഉണ്ടല്ലോ ഈ പോത്തിനെ കാണാൻ. എന്താ സംഭവം? നിങ്ങളെ ഹൈറ്റ് കുറേ നല്ല ഇറച്ചിയായിരിക്കും അല്ലേ? ഇത് കർണാടക പോത്ത് അല്ലേ? അപ്പോൾ മറ്റേതൊക്കെ തമിഴ്നാട് പോത്ത്. 2 അയൽ സംസ്ഥാനങ്ങളതാണ്. ഇവരൊക്കെ തമിഴ്നാട്ടുകാരാണ്, അണ്ണന്മാരതാണ്. ഇത് ഇവിടെ വരുന്നത് കർണാടക പോത്താണ്. നിറത്തിൽ തന്നെ വ്യത്യാസമുണ്ട്, വലിപ്പത്തിലും ഉയരത്തിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഉള്ളത് മേലെ നല്ല ഇറച്ചിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെത്ര നമ്മൾ ചോദിക്കുന്നത്? 1 ലക്ഷം രൂപ ചോദ്യമുണ്ട്. അപ്പോൾ എന്തായാലും തൂക്കം എത്ര ഉണ്ടാവും? ഏകദേശം 3 മേലെ ഉണ്ടാവും. കാണാനുള്ള ലുക്ക് നോക്കണ്ടല്ലേ? ഇറച്ചി ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഇടയിൽ 2 വേറെ കാളക്കുറ്റം. അതിന്റെ വേറെ കാളകൾ ഉണ്ടായിരുന്നു? വിറ്റുപോയതാണോ? വിറ്റുപോയതാണ്. ഇതിപ്പോ നമ്മളെ ജല്ലിക്കെട്ട് ആയിട്ടാണോ? അത് സാധാ? ഓക്കെ, കർണാടക. എങ്ങനെയാ ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത്? കറുപ്പ് 60, 70 റുപ്യ ചോദിക്കാം. സാധാരണ ഇപ്പത്തെ പെരുന്നാൾ നിലവാരം അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇതിപ്പോ 1.5 മേലെ ഉണ്ടാവില്ലേ? 2.5 മേലുണ്ടാവും. അപ്പൊ 1.60, 1.70 അല്ലേ? അതൊക്കെ ചോദ്യവിലയാണ്. കുറച്ചൊക്കെയാണ് കീഴ്പോട്ടേക്ക് പോരും അല്ലേ?
കസ്റ്റമർ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കീപ്പിട്ട് ആ അതെ. ഇനി ഇവിടെ ഉള്ളതോ ഇത് അതുപോലെ കുറെ മുമ്പ് വളർത്തൽ തുടങ്ങിയതാ? ആ ആ ശരി. എത്ര ഇപ്പൊ തൂക്കം ഉണ്ടാവും ഇപ്പൊ ഏകദേശം? 2ന്റെ അടുത്തുണ്ടാവും. അപ്പൊ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ തൊഴുത്തിലുള്ള ആൾക്കാരല്ലേ? ആ 2. അതൊന്നും കൂടി സ്മാർട്ടാണ്. ഇതിനെത്ര വില വയ്ക്കുന്നത്? 80 റുപ്യ. ഇതിപ്പോ തൂക്കം 2ന്റെ മേലെ അല്ലേ? ഓക്കെ. ഇതിപ്പോ ഈ കന്നുകളൊക്കെ മുഴുവൻ നമുക്ക് ഇറക്കാൻ പറ്റുന്ന കണ്ടീഷനുള്ള സാധനം തന്നെയല്ലേ? നമ്മൾ അതിന്റെ ഷർട്ട് മറന്നൊക്കെ ഒത്ത തന്നെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതാണിത്. ഇതാണ് ഏറ്റവും ഇതായിട്ട് മൂപ്പര് ക്യാമറക്ക് പോസ് ചെയ്യാൻ തന്നെ വേറെ ലെവൽ കണ്ടോ. അത്രയും വീടുമായിട്ട് ഇവിടുത്തെ ആൾക്കാരായിട്ട് ഇണങ്ങിയ ആളാണ്. കഴുത്തിൽ നല്ല മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. മൂപ്പര് നമ്മൾ കൊടുക്കുവോ? അതിൻ്റെതായ വില കിട്ടണം അല്ലേ? അത്രയും ചെറുപ്പം തൊട്ട് ഇവിടെ നോക്കി വളർത്തിണ്ടാക്കി. അത് ഇവിടുത്തെ നിങ്ങൾ കൊടുക്കുന്ന ഫീഡിങ് നിങ്ങളെ ഭക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ് അല്ലേ? നമ്മളായിട്ട് വളർന്നതാണ്. അപ്പൊ ഇത് എത്ര ചോദ്യവില? ഇപ്പൊ എത്ര? 2 റുപ്യ. 2.5 ചോദിക്കണ്ടോ? മാഷാ അല്ലാ, 2.5 റുപ്യ വില ചോദിക്കണ്ട്. അതിനുള്ള തൂക്കം ഏകദേശം എത്ര ഉണ്ടാവും? 4 മേലെ ഉണ്ടാവും. ആളെ ഇവിടുത്തെ കുട്ടിയായിട്ട് കൊണ്ടുവന്ന് വളർത്തിയതാണ്. അതിനൊരു ഇണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആള് ഉഷാറാ. അപ്പോൾ 2.5 ലക്ഷമാണ് ചോദ്യവില കേട്ടോ. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്തിയതല്ല. അപ്പോൾ ആളെ കിട്ടുകയാണെങ്കിൽ കമ്പക്കാരും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൊടുക്കും ചെയ്യും. ആ രീതിയിലാണ് ഇതിനെ വളർത്തിയിട്ടുള്ളത്. ഞാൻ ബാക്കിലൂടെ ഒക്കെ ഉള്ളത് തൊഴുത്തിലൂടെ നടന്നിട്ട് വീഡിയോയിൽ കാണിക്കാം. ആള് വേറെ ലെവലാണ് കണ്ടോ. ഇറച്ചിക്ക് ഇങ്ങനെ വയറൊക്കെ നിറഞ്ഞ് ഉഷാറായി നിൽക്കുകയാണ് ആള്. ഇപ്പം നമ്മൾ 27 അഥവാ മേൽമുറി 27 മലപ്പുറം ജില്ലയിലെ മേൽമുറി 27 യൂസ്ഫിക്കൻ്റെ ഫാമിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതിൽ എല്ലാ പോത്തിൻ്റെയും മൊത്തത്തിൽ മേനിയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ലക്ഷം വില ചോദിച്ച 3 കിൻഡൽ തൂക്കമുള്ളത് എത്രത്തോളം വീഡിയോയിൽ ഇപ്പം നമുക്കതൊരു വലിപ്പം തോന്നില്ല. പക്ഷെ ഇഷ്ടം പോലെ നല്ല ഹൈറ്റും വെയിറ്റുള്ള നല്ല ഇറച്ചിയുള്ള, അത് വെറുതെ ഒരു ഉടായ്പ് കച്ചവടമായിട്ട് സീസൺ ആകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇറക്കിയിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. നല്ല സാധനങ്ങൾ. വില ഇപ്പോഴത്തെ എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ നിലവാരത്തിൽ, പെരുന്നാൾ നിലവാരത്തിൽ എല്ലാ ഫാമിലും ചന്തയിലൊക്കെ പോകുമ്പോൾ കണ്ട ആ ഒരു സംഭവം തന്നെയാണ്. ഇതാണ് നമ്മൾ കർണാടക പോത്ത്. അവിടെ ആളുകളുണ്ട്, ഞാൻ മറ്റുള്ള കാണിച്ചു തരാം. അപ്പോൾ അവിടെ അങ്ങനെ 1 ലക്ഷത്തുമ്പോൾ അങ്ങനെ പോന്നിട്ട് ഇവിടെ എന്തായി, പിന്നെ 90, 80 ഇങ്ങനെ പോകുന്നു. ഇത് വീണ്ടും 1 ലക്ഷത്തിലേക്ക് കടന്നു. ഇതും 1 ലക്ഷം ചോദിക്കുന്നുണ്ട്. കാണാൻ ലുക്കില്ല, പക്ഷേ എവിടെ നോക്കിയാലും ഇറച്ചി മാത്രമേ ഉള്ളൂ. ആ ലെവലാണ്. നല്ല നിവർന്ന് വാരിയിലൊക്കെ തൂർന്ന് നിൽക്കുന്ന ദമ്മിലാണ് സാധനങ്ങൾ. 2 കാളകൾ 60, 70 വിലയുള്ള 2 കാള്. ഇതാണ് നമ്മളെ വളർത്തുകുട്ടി. മൂപ്പരിങ്ങനെ ചെരിഞ്ഞ് മാറി നിന്നിട്ടാണ് അടിപൊളിയായി. 2 ആൾക്കാരും അങ്ങനെ തന്നെ. ഇത് 1 ലക്ഷം ചോദിക്കുന്നുണ്ട്. മറ്റാള് 2.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. 2.5 ലക്ഷത്തിൻ്റെ ആളൊന്ന് ശരിക്കും കണ്ടോളൂ. കണ്ടോ, അടിപൊളിയാണ്.